ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെൽഫ് ലവിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു കാര്യം മറന്നു പോകാറുണ്ട്: സ്വയം ഒന്ന് സ്നേഹിക്കാൻ, സെൽഫ് ലവ് ചെയ്യാൻ. ലോകമെമ്പാടും നമ്മളെ സ്നേഹിക്കണം, നമ്മെ അംഗീകരിക്കണം, നമ്മെ വിലമതിക്കണം എന്നൊരു തീക്ഷ്ണമായ ആഗ്രഹം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും. യഥാർത്ഥത്തിൽ ആദ്യം നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പലപ്പോഴും നാം പുറത്തെ ലോകത്ത് നിന്ന് അംഗീകാരം തേടുന്നു. ആരെങ്കിലും നമ്മെ ശ്രദ്ധിക്കണമെന്ന് കരുതുന്നു, ആരെങ്കിലും നമ്മെ തിരഞ്ഞെടുക്കണം, ആരെങ്കിലും നമ്മെ വിലമതിക്കണം. എന്നാൽ ഇതിനിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു ബന്ധമുണ്ട്: നമ്മളും നമ്മളുടെ മനസ്സും തമ്മിലുള്ള ബന്ധം. സ്വയം സ്നേഹിക്കാത്തപ്പോൾ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ വളരെ കഠിനമാണ്. നമ്മളെ നാം തന്നെ അവഗണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മെ അവഗണിക്കുവാൻ കൂടുതൽ എളുപ്പമാവും. നമ്മൾ തന്നെ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ ലോകത്തിന് നമ്മെ കുറ്റപ്പെടുത്തുവാൻ വഴിയൊരുങ്ങും. നമ്മൾ തന്നെ നമ്മെ വിലകുറച്ചു നോക്കുമ്പോൾ മറ്റാർക്കും നമ്മെ വിലമതിക്കുവാൻ കാരണമില്ലാതാകും. അതിനാൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ: മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ സ്നേഹിക്കും എന്ന്. സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥതയല്ല കേട്ടോ, അത് സ്വയം ബഹുമാനിക്കുന്നതും സ്വന്തം ഹൃദയത്തോട് കരുണ കാണിക്കുന്നതുമാണ്. സ്വയം ജീവിതത്തോട് ഉത്തരവാദിത്വം എടുക്കുന്നവരാണ്. സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കുമുണ്ട് മൂല്യം, എന്റെ സ്വപ്നങ്ങൾ വലുതാണ്, എന്റെ യാത്ര അഭിമാനിക്കപ്പെടേണ്ടതാണ്, എനിക്കെതിരായി ലോകം മുഴുവൻ നിന്നാലും ഞാൻ എനിക്ക് തുണയായി തന്നെ ഉണ്ടാകും. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തന്നെ കൂട്ടായി നിൽക്കുകയാണെങ്കിൽ നാളെ ലോകം തന്നെ നിങ്ങളെ പിന്തുടരും. കാരണം ആത്മവിശ്വാസം കിട്ടുന്നത് മറ്റുള്ളവരിൽ നിന്നല്ല, സ്വയമാണ്. നിങ്ങൾ നിങ്ങളെ കാണുന്ന രീതിയിൽ നിന്നാണ്. അതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഹൃദയത്തോട് പറയൂ: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ അനുഭവിച്ച വേദന, നീ കടന്നുപോയ രാത്രികൾ, നീ മറച്ചുവെച്ച കണ്ണീർ എല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയില്ല. നിങ്ങൾ ആ വാക്കുകൾ സത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. കാരണം സെൽഫ് ലവ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് എവറി ട്രാൻസ്ഫോർമേഷൻ. സ്വയം സ്നേഹമാണല്ലോ മാറ്റത്തിന്റെ ഉറവിടം. നിങ്ങൾ അതുല്യരാണ്, നിങ്ങൾ വിലമതിക്കപ്പെടേണ്ടവരാണ്. ഒരിക്കൽ കൂടി ഓർമ്മിക്കൂ: ലോകം നിങ്ങളെ സ്നേഹിക്കട്ടെ എന്ന് കാത്തിരിക്കരുത്. നിങ്ങൾ തന്നെ ആദ്യം നിങ്ങളെ സ്നേഹിക്കൂ, ബാക്കിയെല്ലാം സ്വയം ശരിയാകും. താങ്ക് യു. ദിസ് ഇസ് അഖില. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.